നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊളത്തൂർ മനക്കുളങ്ങര പാടത്ത് വെള്ളം കയറി നിരവധി കെട്ട് വൈക്കോൽ നശിച്ചു. ദുരിതത്തിലായി കർഷകർ. ചാലക്കുടിയിൽ പുലിയെ കണ്ട സംഭവം. നഗരസഭാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നു. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 2ാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷന് തുടക്കമായി. മാനവ മൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. പാടത്ത് വെള്ളം കയറി നിരവധി കെട്ട് വൈക്കോൽ നശിച്ചു. ദുരിതത്തിലായി കർഷകർ. കൊടകര കൃഷിഭവന്റെയും പരപ്പൂക്കര കൃഷിഭവന്റെയും കീഴിൽ വരുന്ന കൊളത്തൂർ മനക്കുളങ്ങര പാടശേഖരത്തിലാണ് വെള്ളം കയറി വൈക്കോൽ നശിച്ചുപോയത്. 150 ഏക്കറോളമുള്ള പാടശേഖരത്തിൽ 2ാം വിളയായിട്ടാണ് നെൽകൃഷി ഇറക്കിയിരുന്നത്. ഏകദേശം 5000-ഓളം വൈക്കോൽ കെട്ടുകൾ നശിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് കർഷകർ പറയുന്നത്. കൊടകര തോട് വഴി തുറന്നുവിടുന്ന കനാൽ വെള്ളവും അപ്രതീക്ഷിതമായി എത്തിയ മഴയും പാടത്ത് വെള്ളം കയറുവാൻ കാരണമായി. കൊയ്ത്തു കഴിഞ്ഞ വൈക്കോലുകളും യന്ത്രം ഉപയോഗിച്ച് കെട്ടുകളാക്കിയ വൈക്കോലുകളും നശിച്ചുപോയവയിൽ പെടുന്നു. 20ഓളം കർഷകർ ചേർന്നാണ് പാടശേഖരത്തിൽ നെൽകൃഷി നടത്തുന്നത്. ഇതിൽ പലരും പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. ഭീമമായ കൂലിയും മറ്റ് ചെലവുകളും നൽകിയാണ് കർഷകർ നെൽകൃഷി കൊണ്ടു നടക്കുന്നത്. അതിനാൽ ഇത്തരത്തിൽ വൈക്കോൽ നശിച്ചുപോയത് കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. കൊടകര തോട്ടിൽ പുല്ലും കളകളും നിറഞ്ഞ് വേണ്ടത്ര ഒഴുക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ വെള്ളം കയറി വൈക്കോലുകൾ നശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൊയ്ത വൈക്കോൽ അടക്കം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കൃഷി വകുപ്പിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പിന്നെ അവസാനം കിട്ടാവുന്നത് കുറച്ച് വൈക്കോലാണ്. ഈ വൈക്കോലാണെങ്കിൽ മുഴുവൻ വെള്ളത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കെട്ടിയതിന് ശേഷം മഴ പെയ്ത് നശിച്ചിട്ടുണ്ട്. കൂടാതെ കുടിവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം വന്നു. അത് ക്രമാതീതമായിട്ട് തോട് നിറച്ചാണ് വെള്ളം വരുന്നത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇതുപോലെ വരണേ. അപ്പോൾ അധികാരികൾ വേണ്ടതെന്ന് ശ്രദ്ധിച്ചാൽ കർഷകരെ രക്ഷപ്പെടുത്താൻ പറ്റും. ചാലക്കുടി ജനവാസ മേഖലയിൽ വീടിനോട് ചേർന്ന് രാത്രി CCTVയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ പരിഭ്രാന്തരായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ചാലക്കുടി ജനവാസ മേഖലയിൽ വീടിനോട് ചേർന്ന് രാത്രി CCTVയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ പരിഭ്രാന്തരായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവന് ഭീഷണിയായി ജനവാസ മേഖലയിൽ എത്തിയ മൃഗത്തെ കണ്ടെത്താൻ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരമായി വനം വകുപ്പ് വേണ്ട തീരുമാനങ്ങൾ എടുക്കണമെന്നും സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള അടിയന്തര കാര്യങ്ങൾക്ക് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ചാലക്കുടി വനം ഡിവിഷൻ DFO M വെങ്കിടേശ്വരൻ അറിയിച്ചു. നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വാർഡുകളിലും അതത് സ്ഥലത്തെ എല്ലാ CCTVകളും പരിശോധിക്കാനും RRT ടീമിനെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി നിയമിക്കാനും യോഗം തീരുമാനിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ചാലക്കുടി വനം ഡിവിഷൻ DFO M വെങ്കിടേശ്വരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, പോലീസ് സബ് ഇൻസ്പെക്ടർ സിജുമോൻ, കൌൺസിലർമാരായ ബിജു S ചിറയത്ത്, MM അനിൽകുമാർ, എബി ജോർജ്, CS സുരേഷ്, VJ ജോജി, TD എലിസബത്ത്, ജോർജ് തോമസ്, ആലിസ് ഷിബു, വത്സൻ ചമ്പക്കര, സിന്ധു ലോജു, നിത പോൾ, സൂസി സുനിൽ, സുധാ ഭാസ്കരൻ, KS സുനോജ് എന്നിവർ സംസാരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചിറങ്ങര, കൊരട്ടി മേഖലകളിലൊക്കെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ജനവാസ മേഖലയിലാണ് കുടിയിറങ്ങിയിട്ടുള്ളത്. ഇതിൽ ജനങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ആ വിഷയം ഇന്ന് ഇവിടെ ചർച്ച ചെയ്തു, ഡിഎഫ്ഒയോട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഇതുപോലുള്ള മൃഗങ്ങളെ മയക്കിൽ വെച്ച് പിടിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മയക്കുവെടി വയ്ക്കാനുള്ള അനുമതി നേടാനായിട്ട് ഡിഎഫ്ഒയ്ക്ക് ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കൊടകര സ്വദേശികളായ അമ്മയ്ക്കും മകൾക്കുമാണ് പരിക്കേറ്റത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന കുട്ടിയും ഓട്ടോ ഡ്രൈവറായ വെണ്ടൂർ സ്വദേശി ഷാജനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ വടക്കുമുറിയിലേക്ക് ഓട്ടം പോകുന്നതിനിടെ ഡ്രൈവർക്ക് തലചുറ്റിയതാണ് ഓട്ടോ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കാൻ കാരണം. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്തെ അപകട സൂചനയ്ക്കായി വച്ചിരുന്ന ഡിവൈഡറിലേക്കാണ് ഓട്ടോ ഇടിച്ചു കയറിയത്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മാനവ മൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. മാനവ മൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം KS ഹുസൈൻ ഹാജി, സെന്റ് മേരീസ് ഫൊറാന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും SNDP യൂണിയൻ സെക്രട്ടറിയുമായ KA ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, നഗരസഭാ ഉപാധ്യക്ഷ C ശ്രീദേവി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മീരാസ വെട്ടുക്കൽ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി, NCP മണ്ഡലം പ്രസിഡന്റ് CP സജീവ്, റെസിഡൻഷ്യൽ അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ് സെക്രട്ടറി PD ദിനേശ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ, എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ്, ക്രസന്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. മുൻ പ്രസിഡന്റ് മധു ചിറക്കൽ സ്വാഗതവും ട്രഷറർ റോസ്മോൾ ഡോണി നന്ദിയും പറഞ്ഞു. പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് ലാലുമൺ ചാലക്കുടി, മുൻ പ്രസിഡന്റുമാരായ ഷാലി മുരിങ്ങൂർ, അഡ്വക്കേറ്റ് NR സരിത, വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ്, മുൻ സെക്രട്ടറി സിജോ ചാതേലി, വിൽസൺ മേച്ചേരി, MS സദാനന്ദൻ, KB ബിനേഷ്, ബാബു അതിരപ്പിള്ളി, ഡിനോ കൈനാടത്ത്, ആഷിൻ പോൾ, OA അരുൺ ബാബു, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. സമൂഹ നോമ്പുതുറ, നിസ്കാരം, സ്നേഹവിരുന്നു എന്നിവയും ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ചെറിയ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ പുണ്യമാസത്തിൽ നോമ്പും പ്രാർത്ഥനയും അതുപോലെയുള്ള ദാനധർമ്മങ്ങളുമൊക്കെ നടത്തിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി മാറുക, അതിലൂടെ മറ്റുള്ളവരെ സഹായിക്കുക, വിശക്കുന്നവൻ്റെ ലഹരി ഉപയോഗം, വിൽപ്പന, കൈമാറ്റം എന്നിവ നേരിട്ട് അറിയിക്കാനുള്ള കേരള പോലീസിന്റെ യോദ്ധാവ് നമ്പറിലേക്ക് വന്ന സന്ദേശത്തെ തുടർന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 8 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ചെങ്ങാലൂർ സ്വദേശി അറസ്റ്റിൽ. ചെങ്ങാലൂർ ശാന്തിനഗർ പുതുപ്പള്ളി വീട്ടിൽ 47 വയസ്സുള്ള ജയപ്രകാശിനെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. പുതുക്കാട് SHO V സജീഷ് കുമാർ, SIമാരായ N പ്രദീപ്, AV ലാലു, ഡാൻസ് ഓഫ് SIമാരായ VG സ്റ്റീഫൻ, റോയ് പൌലോസ്, PM മൂസ, ASI VU സിൽജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AU റെജി, ഷിജോ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമടക്കം 2 പേർ അറസ്റ്റിൽ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നവും അടക്കം 2 പേർ അറസ്റ്റിൽ. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വെട്ടുകടവ് സ്വദേശിയായ ബംഗ്ലാവ് പറമ്പിൽ 62 വയസ്സുള്ള ബഷീർ എന്നയാളെ നിരോധിത പുകയില ഉൽപ്പന്നമായ 120 പാക്കറ്റ് ഹാൻസുമായി ചാലക്കുടിയിൽ നിന്നും പനമ്പിള്ളി സ്വദേശിയായ തട്ടിൽ വീട്ടിൽ 21 വയസ്സുള്ള ജോയലിനെ കഞ്ചാവുമായി പനമ്പിള്ളിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ്,
അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബൈജു, ആൻസൺ പോൾ, സിവിൽ പോലീസ് ഓഫീസർ സജിത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ രണ്ടാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷന് തുടക്കമായി. മാർച്ച് 26 മുതൽ 30 വരെ തീയതികളിലായിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട രൂപത ജനറൽ മോൺ വിൽസൺ ഈരത്തറ നിർവഹിച്ചു. 5 ദിവസങ്ങളിലായി നടത്തുന്ന ബൈബിൾ കൺവെൻഷന് ഫാദർ എബ്രഹാം കടയക്കുടി, ബ്രദർ സാബു ആറുതൊട്ടിയിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. വൈകുന്നേരം 5:30 മുതൽ 9:30 വരെയാണ് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന ശുശ്രൂഷ, വചന പ്രഘോഷണം, രോഗശാന്തി ശുശ്രൂഷ, ആരാധന, വിശുദ്ധ കുർബാനകൾ എന്നിവ ബൈബിൾ കൺവെൻഷന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,235 രൂപ, പവന് 65,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊളത്തൂർ മനക്കുളങ്ങര പാടത്ത് വെള്ളം കയറി, നിരവധി കെട്ട് വൈക്കോൽ നശിച്ചു. ദുരിതത്തിലായി കർഷകർ. ചാലക്കുടിയിൽ പുലിയെ കണ്ട സംഭവം. നഗരസഭാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നു. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ രണ്ടാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷന് തുടക്കമായി. മാനവ മൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.